നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച പണിമുടക്കുന്നു. പ്രിയദർശിനി പദ്ധതി കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് ബസ് ഉടമകൾ. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ ഏറ്റെടുത്ത് സർക്കാർ സർവീസ് നടത്തണമെന്ന് ആവശ്യം. കടുത്തുരുത്തി ബൈപ്പാസ് രണ്ടാം ഘട്ടപ്പണികളിൽ ടൗൺ വികസനവും ITC ബ്ലോക്ക് ജംഗ്ഷനുകളുടെ നവീകരണവും നടത്തും. നിർമ്മാണം 1.42 കോടി രൂപ ചിലവിൽ. ഭരണങ്ങാനത്ത് വീട്ടുമുറ്റത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കിണറിന്റെ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്നു. വീടിനും അപകട ഭീഷണി. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമുഴി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം. പുനർനിർമ്മാണം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ. റോഡ് അടച്ചിട്ടുള്ള നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നു. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുത്ത് കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സർവീസ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സർക്കാർ നടപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകൾ കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സർക്കാർ ഏറ്റെടുത്ത് സർവീസ് നടത്തണം എന്നതാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നടത്തുന്നത് സാമ്പത്തികമായി വലിയ ബാധ്യതയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബുധനാഴ്ച ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഈ വരുന്ന 20-ാം തീയതി ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും തുടർന്ന് ഞങ്ങൾ റിലേ സത്യാഗ്രഹവും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഇവിടെയുള്ള ഉടമകളും ഇവിടുത്തെ തൊഴിലാളികളും ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ഈ 20-ാം തീയതി വരെ പോകാനുള്ള ഒരു സാഹചര്യം പോലും നമുക്കില്ല. അപ്പം അതിനു മുമ്പ് നമ്മളെന്തെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വരുന്ന ബുധനാഴ്ച 8-ാം തീയതി രാവിലെ 6 മണി മുതൽ അന്നത്തെ ദിവസം 24 മണിക്കൂർ ഇവിടുത്തെ കോട്ടയം ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് ഒരു സമരപരിപാടിയിലേക്ക് നീങ്ങുകയാണ്. പണിമുടക്ക് നടക്കുകയാണെങ്കിൽ ജില്ലയിലെ സാധാരണ യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളുടെ യാത്രയെ അത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സർക്കാർ അടിയന്തരമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കടുത്തുരുത്തി ബൈപ്പാസ് രണ്ടാം ഘട്ട വികസന പദ്ധതിയിൽ കടുത്തുരുത്തി ടൗൺ വികസനവും ബൈപ്പാസിന്റെ പ്രവേശന ഭാഗങ്ങളായ ITC ജംഗ്ഷനിലും ബ്ലോക്ക് ജംഗ്ഷനിലും നവീകരണവും നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. 35 കോടി രൂപ ചിലവിലാണ് ബൈപ്പാസിന്റെ ഇതേവരെയുള്ള നിർമ്മാണം നടത്തിയത്. കടുത്തുരുത്തി ബൈപ്പാസിന്റെ രണ്ടാം ഘട്ട പണികൾക്കായി ബജറ്റിൽ 1.42 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ITC ഭാഗത്തെ പാണാവേലി കട്ടിങ്ങിൽ ഇരുവശത്തുമുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്ത് മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിക്കും. മഴക്കാലത്ത് പതിവായി ഇവിടെ കുന്നിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒഴിവാക്കാനായി ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിക്കും. കൂടാതെ വശങ്ങളിൽ നടപ്പാതയും പൂർത്തിയാക്കും. ഐറിഷ് രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇരുവശവും കോൺക്രീറ്റ് നടത്തി മനോഹരമാക്കാനാണ് പദ്ധതി. ബൈപ്പാസ് ആരംഭ ഭാഗത്ത് ഡിവൈഡറുകളും സുരക്ഷാ നടപടികളും സിഗ്നൽ സംവിധാനങ്ങളും ഒരുക്കും. കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിലും സുരക്ഷാ നടപടികളുടെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്ത് നവീകരണവും സുരക്ഷാ സംവിധാനവും ഡിവൈഡറുകളും ഏർപ്പെടുത്തും. 1.5 കിലോമീറ്ററോളം വരുന്ന പുതിയ ബൈപ്പാസ് ഭൂരിഭാഗവും മണ്ണടിച്ച് ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റോഡിന്റെ ഇരുഭാഗത്തും അപകട ഭീഷണിയുണ്ട്. ഇത് ഒഴിവാക്കാൻ ഇരുവശങ്ങളിലും സ്റ്റീൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കും. പൊതുമരാമത്ത് വകുപ്പ്, റോഡ് സുരക്ഷാ വകുപ്പ് അധികൃതരോട് ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭരണങ്ങാനത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മേരിഗിരിക്ക് സമീപം പടിഞ്ഞാറെ പീടികയിൽ മേരി തോമസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. ഭരണങ്ങാനം മേരിഗിരിക്ക് സമീപം വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മേരിഗിരി പടിഞ്ഞാറേപ്പീടികയിൽ മേരി തോമസിൻ്റെ വീട്ടുമുറ്റത്തെ കിണറാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മേരി തോമസ് തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. കിണറിൻ്റെ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും അടക്കം കിണറിനുള്ളിലേക്ക് ഇടിഞ്ഞു വീണു. കപ്പി ഘടിപ്പിച്ചിരുന്ന തുണികൾ കിണറിനുള്ളിലേക്ക് വീഴാതെ മുറ്റത്ത് തന്നെ പതിച്ചു. 40 അടിയോളം താഴ്ചയുള്ള 70 വർഷത്തോളം പഴക്കമുള്ള കിണറാണിത്. വീടിൻ്റെ സൈഡിലെ കല്ലുകൾ 2-3 ദിവസമായി ഇടിഞ്ഞു തുടങ്ങിയിരുന്നതായി മേരി തോമസ് പറയുന്നു. നിലവിൽ മറ്റൊരു കിണറിൽ നിന്നാണ് വീട്ടിലേക്ക് വെള്ളമെടുക്കുന്നത്. വീടിൻ്റെ കാർപോർച്ചിനോട് ചേർന്ന് കിണർ ഇടിഞ്ഞതിനാൽ വീടിനും അപകട ഭീഷണിയുണ്ട്. കിണറിൽ നിന്നും ഏകദേശം 3 അടിയോളം മാത്രം മാറിയാണ് കാർപോർച്ച് ദൂരമുള്ളത്. പഞ്ചായത്ത് അധികൃതർ വീട്ടിലെത്തി അപകടാവസ്ഥ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, പാല.
കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൊഴി റോഡിന്റെ പുനർനിർമ്മാണം എങ്ങും എത്തിയില്ല. പണി തുടങ്ങിയിട്ട് 6 മാസത്തിലേറെയായെങ്കിലും നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത് യാത്രക്കാരെ ഒട്ടൊന്നുമല്ല വലയ്ക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൊഴി റോഡിന്റെ കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ഭാഗങ്ങളിലാണ് പണി നടക്കുന്നത്. പണി തുടങ്ങിയിട്ട് 6 മാസം ആയെങ്കിലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. 3 മാസം മുൻപ് ചിറക്കടവ് 3-ാം മൈലിലെ കലുങ്കുപണിയുമായി ബന്ധപ്പെട്ട് റോഡ് പൂർണ്ണമായും അടച്ചിരുന്നു. ഈ കലുങ്കുപണി പൂർത്തിയാക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മണ്ണനാനി ഭാഗത്തെ കലുങ്കുപണി തുടങ്ങി. ഇതിനായി 3 ആഴ്ചയായി റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതിനാൽ ഈ വഴി കാഞ്ഞിരപ്പള്ളിക്ക് പോകേണ്ട വാഹനങ്ങൾ ചിറക്കടവ് SRV ജംഗ്ഷൻ ചുറ്റി വേണം പോകാൻ. ഇതുമൂലം യാത്രക്കാരും നാട്ടുകാരും ഏറെ ദുരിതത്തിലാണ്. 3 മാസം മുമ്പ് നമ്മുടെ ചിറക്കടവില് 3-ാം മൈലിൽ പാലം പണിഞ്ഞ് ഇതുപോലെ തന്നെ വഴി ബ്ലോക്ക് ചെയ്തതാണ്. അതുകൂടെ ഒന്നിച്ച് ചെയ്യുമായിരുന്നത് മനുഷ്യർക്ക് യാത്ര ദുരിതമുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു അന്ന് അത് വിളിച്ചപ്പോൾ. ഇപ്പോൾ വളരെയേറെ ദുരിതമാണ് ജനങ്ങൾക്ക്. ബസ്സുകളാണെങ്കിലും ഇതിലൊരു 10-15 ബസ് കാഞ്ഞിരപ്പള്ളി മണികളായിട്ട് ഓടുന്ന ഈ ബസ്സെല്ലാം ഒത്തിരി വളഞ്ഞു വിറ്റി ഇവിടുന്ന് തെക്കത്തുകല ചെന്നിട്ട് മൂങ്ങാത്തുകല ചെന്ന് 3-ാം മൈലിൽ കയറി അത് TB റോഡിൽ ചെന്നിട്ട് പിന്നെയും കാഞ്ഞിരപ്പള്ളിക്ക് വളച്ചു വരേണ്ട അവസ്ഥയാണ്. 1/4 മണിക്കൂർ ബസ്സിന് സമയം പോകുന്നു. യാത്രക്കാർക്ക് പലയിടത്തൊന്നും കയറാൻ പറ്റാതെ വരുന്നു. സ്കൂൾ കുട്ടികൾക്ക് കയറാൻ പറ്റാതെ വരുന്നു. മൊത്തത്തിൽ സ്കൂൾ ബസ്സുകളുണ്ട്. ഇതെല്ലാം ദുരിതമാണ്. 3-ാം മൈലിലെ കലുങ്ക് പണിതപ്പോൾ തന്നെ മണ്ണനാനി കലുങ്ക് കൂടി പണിയുകയായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം റോഡ് ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലവും കുട്ടികളുടെ സ്കൂൾ തുറക്കലും എല്ലാം കൂടിയായപ്പോൾ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലായി. കലുങ്കുപണി എത്രയും വേഗം തീർത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ശ്രദ്ധ പതിപ്പിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് രോഗങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ കേരളം ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കുള്ള TB ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. പരിപാടി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള സംരക്ഷണം നിർബന്ധമായും പാലിക്കപ്പെടണമെന്ന് സ്പീക്കർ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. മരുന്ന് ഉപയോഗിക്കാതെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് രോഗങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ബോധവൽക്കരണം നൽകണം. ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് തന്നെ നേരിട്ട് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് മാത്രമായി ഒഴിവാക്കാൻ കഴിയുന്ന ഒത്തിരി ആരോഗ്യ രംഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം. അതിനെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പ് എന്നുള്ള നിലയിൽ നന്നായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളിലെത്ത് നടപ്പാക്കി സമൂഹത്തിൻ്റെ ശക്തി നിലനിർത്തുന്നതിന് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയണം. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് കാറ്റഗറികളിലായാണ് പുരസ്കാരങ്ങൾ. ഞീഴൂർ, മണിമല, കറകച്ചാൽ, കല്ലറ, അകലക്കുന്നം, തലപ്പുലം പഞ്ചായത്തുകൾക്ക് ഗോൾഡൻ കാറ്റഗറി പുരസ്കാരങ്ങൾ നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. 71 പഞ്ചായത്തുകളിൽ 21 പഞ്ചായത്തുകളാണ് പുരസ്കാരത്തിന് അർഹരായത്. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, നഗരസഭാ കൗൺസിലർ S ഗോപകുമാർ, ഡോക്ടർ CJ സിത്താര, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ S സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭയിലെ വികസന മുരടിച്ച സംബന്ധിച്ച കാര്യത്തിൽ അഭിപ്രായം പറയാൻ താനില്ലെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. പാർട്ടിക്കിടയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും ഭരണപക്ഷത്തിന്റെ ഇടയിലുള്ള തർക്കങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. എനിക്ക് വേണമെങ്കിൽ കമൻറ്റ് പറഞ്ഞ് പല രീതിയിലും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാം. എൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു കമൻ്റല്ല. ആ നാച്ചുറലായിട്ട് എൻ്റെ കോഴ്സ് എടുക്കട്ടെ. ആ ഒരു പൊളിറ്റിക്കൽ നാച്ചുറലായിട്ട് ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, അവരുടെ ആഭ്യന്തര പ്രശ്നമല്ലേ. ഞാൻ അതിനകത്ത് എന്തിനാ കമ്മിറ്റി.
പാലാ KM മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.45 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രികളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ഹോസ്പിറ്റലാകും ഇത്. പാലാ KM മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രിയിൽ MP ഫണ്ടിൽ നിന്നും 2.25 കോടി രൂപ അനുവദിച്ച് സ്ഥാപിക്കുന്ന ക്യാൻസർ ആശുപത്രിയുടെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. റേഡിയേഷൻ അടക്കമുള്ള ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്നതിലെ തടസ്സം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുവാൻ MP ഫണ്ടിൽ നിന്നും 2.25 കോടി രൂപ ജോസ് കെ മണി MP അനുവദിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ഹോസ്പിറ്റലായി പാലാ മാറും. കോബാൾട്ട് ടെലിതെറാപ്പി യൂണിറ്റ്, റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് റൂം, മൗൾഡ് റൂം, ഔട്ട് പേഷ്യന്റ് കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവ കൂടാതെ റേഡിയോ തെറാപ്പി സിമുലേറ്റർ, ബ്രാക്കിതെറാപ്പി യൂണിറ്റ്, ബ്രാക്കിതെറാപ്പി മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് നിർമ്മാണം നടത്തുന്നത്. ബിൽറ്റ് ഇൻ ബീം സ്റ്റോപ്പർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കുക. ഇന്ത്യയിലെ റേഡിയേഷൻ സുരക്ഷ നിശ്ചയിക്കുന്ന ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ ബങ്കറിന്റെ പ്ലാനിന് ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. പൊൻകുന്നം ഗവൺമെന്റ് VHSSൽ നടന്ന പ്രവേശനോത്സവം വരവേൽപ്പ് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. പൊൻകുന്നം ഗവൺമെന്റ് VHSSൽ നടന്ന പ്രവേശനോത്സവം വരവേൽപ്പ് കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. +1, +2 കാലഘട്ടം കുട്ടികൾ പഠനത്തിനായി മാത്രം വിനിയോഗിക്കണമെന്നും ഈ 2 വർഷങ്ങൾ ഓരോ കുട്ടികളുടെയും ഭാവിയിൽ നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിങ്ങൾ നാളുകളിൽ എന്തായി മാറണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഈ 2 വർഷങ്ങളാണ്. നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം 10ാം ക്ലാസ് കൊണ്ട് അവസാനിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 4 വർഷം ഡിഗ്രിക്ക് പോകുന്നവരുണ്ടാവാം, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്നവരുണ്ടാവാം. പക്ഷെ ഇനി എന്താണ് എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് ഇനി നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന ഈ 2 വർഷങ്ങൾ. ഇവിടെ നിങ്ങൾ ശരിയായ തീരുമാനം എടുത്താൽ ഇവിടെ കിട്ടുന്ന അവസരങ്ങൾ സാർ പറഞ്ഞു, നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി നിങ്ങൾക്ക് രൂപീകരിച്ച് എടുക്കുവാനായിട്ട് സാധിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് രാവിലെ നടന്ന മോട്ടിവേഷൻ ക്ലാസുകളിൽ കാഞ്ഞിരപ്പള്ളി SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസി ജോസഫ്, സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ സൗമ്യ ഗോപി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. കൂടാതെ മുൻ വർഷത്തിൽ HSS, VHSS വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ വിജയകുമാർ, ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗൗതം ബാലചന്ദ്രൻ, PTA പ്രസിഡന്റ് അൻസുദ്ദീൻ അഹമ്മദ്, സ്കൂൾ അധ്യാപകരായ ബിജു AP, പ്രമോദ് V, VHSS പ്രിൻസിപ്പൽ ആശ രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. DYFI ജില്ലാ സമ്മേളനം ഈ മാസം 8, 9, 10 തീയതികളിൽ പാലായിൽ നടക്കും. കൊട്ടാരമറ്റത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ 12 ബ്ലോക്കുകളിൽ നിന്നായി 347 പ്രതിനിധികൾ പങ്കെടുക്കും. 8 രാവിലെ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും വരുന്ന പതാക കൊടിമര ജാഥകൾ വൈകിട്ടോടെ കൊട്ടാരമറ്റത്ത് എത്തും. തുടർന്ന് വൈകിട്ട് 6-ന് ആരംഭിക്കുന്ന സമ്മേളനം സംഘാടക സമിതി ചെയർമാൻ രാരിച്ചൻ ഉദ്ഘാടനം ചെയ്യും. 9, 10 തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 300 പ്രതിനിധികളും 43 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 4 ക്ഷണിതാക്കളും ഉൾപ്പെടെ 347 പേരാണ് 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം 8-ാം തീയതി ജില്ലയിലെ പ്രിയപ്പെട്ട DYFI സഖാക്കളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് വരുന്ന പതാക കൊടിമര ജാഥകൾ അത് വൈകിട്ട് 6 മണിക്ക് പാലാ കൊട്ടാരമറ്റത്ത് എത്തിച്ചേരുകയും അവിടെ സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് സംഘാടക സമിതി ചെയർമാൻ ലാലിച്ചൻ ജോർജ് പതാക ഉയർത്തുമ്പോഴാണ് സമ്മേളനം തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം 9-ാം തീയതി പ്രതിനിധി സമ്മേളനം പാലാ മുനിസിപ്പൽ ഹാളിൽ DYFIയുടെ പ്രിയപ്പെട്ട സഖാവ് പുഷ്പന്റെ പേരിലുള്ള നഗറിൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് ഉദ്ഘാടനം ചെയ്തത്. പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ പഠന ശിബിരം BJP ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി ഏറ്റുമാനൂർ ടൗൺ NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച പഠന ശിബിരത്തിന്റെ ഉദ്ഘാടനം BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകരുടെ ആശയപരമായ കരുത്തും സംഘടനാ മികവും വർദ്ധിപ്പിക്കുന്നതിന് പഠന ശിബിരങ്ങൾ നിർണായകമാണെന്ന് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരിൽ നേതൃപാടവം വളർത്തുന്നതിനും സംഘടനാശേഷി ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് പഠന ശിബിരം സംഘടിപ്പിച്ചത്. BJP മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി NK ശശികുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി TR രാജേഷ്, മണ്ഡലം സെക്രട്ടറി അമ്പിളി മോൾ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉഷ സുരേഷ്,
ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിറിൽ ജി നരിക്കുഴി, സോമൻ തച്ചേട്ട്, മുനിസിപ്പൽ പ്രസിഡന്റുമാരായ സാബു KV, ബിനേഷ് നീണ്ടൂർ, ബിജുകുട്ടൻ, ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർമാരായ രശ്മി ശ്യാം, സിന്ധു കറുത്തേടം, രാധിക രമേശ്, താര സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സഭയിൽ BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സമാപന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച പണിമുടക്കുന്നു. പ്രിയദർശിനി പദ്ധതി കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് ബസ് ഉടമകൾ. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ ഏറ്റെടുത്ത് സർക്കാർ സർവീസ് നടത്തണമെന്ന് ആവശ്യം. കടുത്തുരുത്തി ബൈപ്പാസ് 2ാം ഘട്ടപ്പണികളിൽ ടൗൺ വികസനവും ITC ബ്ലോക്ക് ജംഗ്ഷനുകളുടെ നവീകരണവും നടത്തും. നിർമ്മാണം 1.42 കോടി രൂപ ചിലവിൽ. ഭരണങ്ങാനത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കിണറിന്റെ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്നു. വീടിനും അപകട ഭീഷണി. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമുഴി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം. പുനർനിർമ്മാണം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ. റോഡ് അടച്ചിട്ടുള്ള നിർമ്മാണം ജനങ്ങളെ വലയ്ക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.